നുണക്കുഴി എന്ന് പറയുന്ന സിനിമ കണ്ടു. ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ബേസിൽ ജോസഫിനെ കൂടാതെ ഗ്രേസ് ആന്റണി, അജു വർഗീസ്, മനോജ് കെ ജയൻ, ബൈജു സന്തോഷ്, അസീസ്, നിഖില വിമൽ, സ്വാസിക, അങ്ങനെ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് KR കൃഷ്ണകുമാറാണ്. KR കൃഷ്ണകുമാർ ജിത്തു ജോസഫിൻ്റെ കൂടെ ഇത് മൂന്നാമത്തെ സിനിമയാണ്. ഇതിനു മുൻപ് 12th മാൻ, കൂമൻ എന്നിങ്ങനെ 2 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കോമഡി ജോണറിൽ അദ്ദേഹം എഴുതുന്ന ആദ്യത്തെ തിരക്കഥയാണ് ഈ സിനിമയുടേത്. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള 2 സിനിമകളും പ്യുവറായിട്ടുള്ള ത്രില്ലർ സ്വഭാവമുള്ള സിനിമകളായിരുന്നു. ജിത്തു ജോസഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കോമഡി ജോണറിൽ മുൻപ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. മൈബോസ് ഒക്കെ ത്രൂ ഔട്ട് കോമഡി കൈകാര്യം ചെയ്തിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. നുണക്കുഴി എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനൊക്കെയാണ് ഈ വീഡിയോയിൽ. സ്പോയിലേഴ്സൊക്കെ മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർക്കും ഈ വീഡിയോ ധൈര്യമായിട്ട് കാണാം. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് നുണകൾ, ആ നുണകൾ കൊണ്ടുചെന്നെത്തിക്കുന്ന കുഴികൾ. ശരിക്കും ഈ സിനിമയുടെ കഥ ആലോചിച്ച് നോക്കിയാൽ നല്ല രസമാണ്. കണക്റ്റഡ് ആയിട്ട് നടക്കുന്ന ഒരുപാട് ഇവൻറ്റ്സ്, ഇതൊക്കെ പാരലലി സംഭവിക്കുന്നതാണ്. ഈ ഇവൻറ്റുകളൊക്കെ കൂടി ചേർന്ന് ഒരു പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാണ്. പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ, ഇതിനിടയിൽ വരുന്ന കൺഫ്യൂഷൻ, ഓട്ടം, ടെൻഷൻ, തമാശകൾ, ഇതൊക്കെയാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയകാലത്തെ പ്രിയദർശൻ സിനിമകളുണ്ടല്ലോ, കാക്കക്കുയിൽ, ചന്ദ്രലേഖ, വെട്ടം, ഈ സിനിമകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ശൈലിയും രീതിയും ഒക്കെയാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ പിന്തുടരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മൊത്തത്തിലൊരു ആവറേജ് ഫീലാണ് കിട്ടിയത്. കാരണം ഒരുപാട് തമാശകളൊന്നും അങ്ങനെ വർക്കൗട്ട് ആയതായിട്ട് തോന്നിയില്ല. ഈ സിദ്ദിഖ്, മനോജ് കെ ജയൻ, ബിനു പപ്പു, അൽത്താഫ് ഇവരുടെ കോമ്പിനേഷനിൽ വരുന്ന കുറേ രംഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് തമാശകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടുതൽ ഈ മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തമാശകളൊക്കെയാണ്. എനിക്ക് അത്തരം തമാശകളൊന്നും അങ്ങനെ വർക്കായില്ല. ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തമാശകൾ പറയാൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നിയത്. പക്ഷേ അതോടൊപ്പം തന്നെ പാരലലി മറുവശത്ത് ഗ്രേസ് ആൻ്റണിയും ബേസിൽ ജോസഫിൻ്റെയും അവരുടെ കോമ്പിനേഷനിൽ കുറച്ച് സീനുകളുണ്ട്. അതൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പ്രത്യേകിച്ചും ബേസിലിൻ്റെയൊക്കെ ഈ കോമഡിയിലൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ ടൈമിങ്ങും ഡയലോഗ് ഡെലിവറിയൊക്കെ നന്നായിരുന്നു. അതുപോലെ തന്നെ ഗ്രേസ് ആൻ്റണിക്കും പറ്റിയിട്ടുള്ളൊരു വേഷമായിരുന്നു. അവർ രണ്ടുപേരുടെ കോമ്പിനേഷനുള്ള രംഗങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ കാണാൻ നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ നിഖില വിമൽ പ്രധാനപ്പെട്ട റോളിലാണെങ്കിൽ കൂടി കുറച്ച് രംഗങ്ങളിൽ മാത്രം ഫസ്റ്റ് ഹാഫിൽ വന്നു പോകുന്നുണ്ട്. അവർ ആ റോള് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നി. സമീപകാലത്ത് നിഖിലയുടേതായിട്ട് വന്നിട്ടുള്ള കഥാപാത്രങ്ങളുടെയൊക്കെ സെയിം മാനറിസംസും അല്ലെങ്കിൽ സെയിം ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറുമാണ് ഈ സിനിമയിൽ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരം സീനുകളോ അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളൊക്കെ അവരൊന്ന് മാറ്റി പിടിക്കേണ്ട സമയമായിട്ടുണ്ടെന്ന് തോന്നി. അതുപോലെ തന്നെ സൈജു കുറുപ്പ് കുറച്ച് രംഗങ്ങളിൽ ഫസ്റ്റ് ഹാഫിൽ വളരെ നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യുന്നുണ്ട്. കുറച്ച് തമാശകളൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യപകുതിയുടെ ഒരു അവസാനമൊക്കെ ആകുമ്പോഴേക്കും ബൈജുവിൻ്റെ ഒരു പോലീസ് ക്യാരക്ടറിൻ്റെ ഇൻട്രോയും കുറച്ച് സീനുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ രസകരമായിട്ട് വരുന്നുണ്ട്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് നന്നായിരുന്നു. പ്രത്യേകിച്ചും ഈ ബേസിൽ ജോസഫ്, ഗ്രേസ് ആൻ്റണി കോമ്പിനേഷനിലേക്ക് ബൈജു കൂടി കടന്നു വരുമ്പോൾ ബൈജുവിൻ്റെ ഒരു കോമഡി കൈകാര്യം ചെയ്യുന്ന രീതി, പുള്ളി ഭയങ്കര കൗണ്ടറുകളൊക്കെ അടിച്ച് ഒരു സ്ക്രീനിനെ അല്ലെങ്കിൽ ഒരു സീനിനെ എൻഗേജിങ് ആക്കുന്ന രീതി, അതൊക്കെ പുള്ളി ഇവരുടെ ഒരു കോമ്പിനേഷനിലേക്ക് വന്നപ്പോൾ ഭയങ്കര രസകരമായിട്ട് തന്നെ ഒരുപാട് സീനുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് തമാശകളൊക്കെ കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്. ഭയങ്കര ലെങ്തി ആയിട്ടുള്ളൊരു സീനാണ്. പക്ഷേ എങ്കിൽ കൂടി ആ സീനൊക്കെ നല്ല ഗംഭീരമായിട്ട് ഒരുപാട് കൗണ്ടറുകളൊക്കെ വന്നുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ആ പോർഷനാണ് ഞാൻ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളൊരു ഭാഗം എന്ന് പറയാം. പിന്നീട് അങ്ങോട്ട് ഒരുപാട് തമാശകളൊക്കെ കടന്നു വരുന്നുണ്ട്. ക്ലൈമാക്സ് പോർഷനൊക്കെ നന്നായിരുന്നു. ടോട്ടലി നോക്കുമ്പോൾ ഈ സിനിമയുടെ കഥ നല്ല രസമാണ്. ഒരുപാട് കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന സംഭവങ്ങളും പിന്നെ അത് സോൾവ് ആവുന്നതും കൂടുതൽ കുഴഞ്ഞു പറയുന്നതൊക്കെ ആയിട്ട് സ്റ്റോറി നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഈ സിനിമ ത്രൂ ഔട്ട് കോമഡിക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കോമഡി രംഗങ്ങൾ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ കടന്നു വരുന്നുണ്ട്. ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 തമാശകളുണ്ടെങ്കിൽ അതൊരു 3-4 തമാശകളാണ് എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമ മൊത്തത്തിലൊരു എബവ് ആവറേജ് സിനിമ, സ്ട്രിക്ട്ലി എബവ് ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള തിയേറ്ററിൽ ആ ഷോ ഒരു ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. അതിൽ വന്നിട്ടുള്ള മെജോറിറ്റി ആളുകൾക്കും ഈ സിനിമ വർക്കായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് തമാശകളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഓരോ സിനിമകളെയും ഓരോ ആളുകൾ വ്യത്യസ്ത രീതിയിലാണല്ലോ കാണുന്നത്. അപ്പോൾ എനിക്ക് ഈ സിനിമ ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള വർക്കൗട്ടായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ ബോക്സ് ഹൗസ് വേർഡിക്റ്റൊക്കെ ചിലപ്പോൾ വേറെ ആയിരിക്കാം. മെജോറിറ്റിക്ക് എങ്ങനെയാണ് സിനിമ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ചായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളും ഈ സിനിമ കണ്ടു നോക്കുക. സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നന്ദി, നമസ്കാരം.